ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാജി നായർക്കുഴി. എല്ലാവർക്കും എ വി ക്രോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വാഴക്കുല വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാഴ മുറിച്ച് കളയും, മൂടോടെ മുറിച്ച് കളയും. അപ്പോൾ ഈ മുറിച്ചെടുത്ത വാഴ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നാച്ചുറൽ ബൊക്ക എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അത് വളരെ സിമ്പിളാണ്. നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങുന്ന ഒരു വസ്തു തന്നെയാണ്. നമുക്കത് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് വാഴ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നമുക്കിങ്ങനെ നടന്നിട്ട് പോകാം. ഇവിടെയൊക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്കിതാ നമ്മുടെ വാഴക്കൂട്ടത്തിലെത്തി. നമ്മൾ നേരത്തെ വെട്ടിക്കളഞ്ഞായിരുന്നു. വാഴ കൊലയൊക്കെ ആയതുകൊണ്ട് കൊലച്ചതിന് ശേഷം നമ്മളത് വെട്ടിക്കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ചെറിയൊരു കഷ്ണം എടുക്കാം. ഇത് നമ്മൾ കളഞ്ഞതിൻ്റെ 2-3 ദിവസം മുമ്പ് കളഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉണക്കമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഈ കഷ്ണം എടുത്തിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ഇതിൻ്റെ പൊളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് 2 സൈഡും ഇതുപോലെ നല്ല നല്ല വൃത്തിയിലൊന്ന് ഇതിൻ്റെ ഒരു നിലത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ പാകത്തിലായിട്ട് വെട്ടിയെടുക്കാം. അതുപോലെ 2 സൈഡും വെട്ടിയെടുക്കാം. നമുക്കിതൊരു എത്ര വീതിയിൽ മതി, ചെറിയൊരു 4 ഇഞ്ചോളം വീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വാഴയുടെ കൈയാണ്, ഇലയുടെ കൈ. അത് ഇതുപോലെ കട്ട് ചെയ്ത് കുറേ പീസുകൾ ഉണ്ടാക്കി വെക്കണം. ഇത് നമുക്ക് ഇതിനകത്ത് കുറേ പൂക്കൾ വേണം. അതുപോലെ നമ്മൾ ഈർക്കിൾ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് നമ്മളിത് കുത്തി വയ്ക്കാൻ വേണ്ടി ഈർക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ആദ്യം റെഡിയാക്കി വെക്കാം. അപ്പോൾ നല്ല പച്ച ഈർക്കിൾ, നല്ല തെങ്ങോലയുടെ ഈർക്കിൾ എടുത്തിട്ട് ഇതിനൊക്കെ ഷാർപ്പാക്കിയിട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ മൊട്ട് സൂചിക്കൊക്കെ പകരം നമ്മൾ ഇതിനകത്ത് കുത്തി വയ്ക്കാൻ വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലപോലെ കൂർപ്പിച്ചിട്ട് ഇതുപോലെ നല്ല ഷാർപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കഷ്ണങ്ങൾ വേണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വാഴയുടെ കൈ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് വാഴയില ഒരു 3-4 ഷെയ്ഡുള്ള ഇലയുണ്ട്. അതായത് വാഴയുടെ മൂപ്പനുസരിച്ച് 4 കളറായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് നല്ല പോലെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ വരുന്ന ഒരു ഇലയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ആദ്യം സെൻറ്റർ ഒന്ന് മടക്കുക. അത് പിന്നെ സെൻറ്ററിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. നമ്മൾ മടക്കുന്നത് ശ്രദ്ധിക്കണം. ഇതുപോലെ മടക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ചെറിയൊരു പീസ് ഇതുപോലെ 2 സൈഡിൽ നിന്നും മടക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് മടക്കിയെടുക്കേണ്ടത്. ഇനി മടക്കി വെച്ച ഇതിനകത്തേക്കാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വാഴയുടെ കൈ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഇങ്ങനെ വെക്കാനുള്ളതാണ്. അത് പിന്നീടാണ് വെക്കേണ്ടത്, ഇപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഈർക്കിൾ എടുത്തിട്ട് ഇതുപോലെ കുത്തി വയ്ക്കും. ഇനി ഈർക്കിളില്ലെങ്കിൽ മൊട്ട് സൂചിയാണ് ഇതിന് ഏറ്റവും ബെറ്റർ. പക്ഷേ നമ്മളെല്ലാം കൂടെ നാച്ചുറൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഈർക്കിൾ എടുത്തതാണ്. ഞാൻ ഇതുപോലെ നമ്മൾ എല്ലാ പീസുകളും മടക്കിയിട്ട് ആദ്യം 4 സൈഡിലേക്ക് വയ്ക്കുക. പിന്നെ അതിന് ഇടയിലെല്ലാം കോണോട് വരുന്ന ഭാഗങ്ങളെല്ലാം വെച്ച് കൊടുക്കുക. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുക. ഇതുപോലെ 4 സൈഡ് ആദ്യം കൊത്തി വയ്ക്കുക. അതിന് ശേഷം മറ്റുള്ള ഭാഗങ്ങളെല്ലാം ഫില്ലാക്കിയിട്ട് വയ്ക്കുക. അങ്ങനെ നമ്മൾ ഏകദേശം ഈ ഒരു കളർ ഇല നമ്മൾ മൊത്തം ഇതുപോലെ കുറച്ച് ഇതളുകളായിട്ട് ഇതിൻ്റെ നമ്മൾ നേരത്തെ എടുത്ത വാഴയുടെ തണ്ടിൽ മൊത്തം കുത്തി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത് നേരത്തെ എടുത്തതിനേക്കാളും കുറച്ചുകൂടെ കളറ് മാറ്റമുള്ള കണ്ടാൽ തന്നെ അറിയാലോ, ചെറിയൊരു മാറ്റമുള്ള ഈ കളറാണ് ഇനി എടുക്കുന്ന ഇല. ഇപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് അകത്തോട്ട് വലിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ കുത്തിയിട്ട് മൊത്തം റൗണ്ടിലേക്ക് കുത്തിയിട്ട് വയ്ക്കുക. അപ്പോൾ ഇതൊരു രണ്ടാമത്തെ ഒരു ലെയർ ഇതളുകളായിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഏകദേശമൊക്കെ നമ്മളിത് കുത്തി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഒക്കെ വേണം. അപ്പോൾ നമ്മൾ ആ പണികളൂടെ ഒന്ന് ജക്കപ്പൊക്കെയായിട്ട് അതുകൂടെ നടക്കട്ടെ അല്ലേ.
അപ്പോൾ നമ്മുടെ ഈ വീട്ടിലുള്ള ഈ വാഴ വെട്ടിക്കഴിഞ്ഞാൽ വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇല യൂസ് ചെയ്യാൻ പറ്റും, അതിനുള്ളിൽ വരുന്ന ആ വെള്ള, നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ണിക്കാമ്പ് എന്ന് പറയും, ആ തണ്ട് ഉപയോഗിക്കാൻ പറ്റും, അതിന് വാഴ കൂമ്പ് ഉപയോഗിക്കാൻ പറ്റും, അടിയിലുള്ള കല്ല് ഉപയോഗിക്കാൻ പറ്റും, എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ അതിലൂടെ പെട്ട ഒരു ചെറിയൊരു ഇലകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് നോക്കിയത്. നോക്കാം എങ്ങനെ ശരിയാവും നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഇല എടുക്കാം. അടുത്തൊരു കളർ, ഇതിൻ്റെ 3 കളറും 3 രീതിയിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 3 കളറും 3 രീതിയിലാണ്. അപ്പോൾ ഇനി ഈ ഇലയൂടെ നമുക്കിതുപോലെ മടക്കി എടുത്തിട്ട് വെക്കാം. ഇനി ഇതിന് ശേഷം നമ്മൾ ഒരു റൗണ്ടൂടെ ഇല വെക്കുന്നുണ്ട്. അത് ഇതിനേക്കാൾ ലൈറ്റ് കളറാണ്. അതായത് നമ്മുടെ വാഴക്കൂമ്പിൻ്റെ എന്താ പറയുക, ഏറ്റവും തളിരിലയല്ലേ, ഒരു ലൈറ്റ് കളർ വരുന്നത്, ചുരുണ്ട് വരുന്നത്, ആ ഇലയാണ് നമ്മൾ അതിനു വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്ത ഇല ഇതുപോലെ വൃത്തിയായിട്ടൊന്ന് വെച്ചിട്ട് എടുക്കാം. യെസ്, നമ്മൾ ഈ ഇലയാണ് ലാസ്റ്റായിട്ട് എടുക്കുന്നത്. ഇത് വളരെ നൈസാണ്. നമ്മുടെ നല്ല എന്താ പറയുക, നമ്മളെ പോളിസ്റ്റർ തുണി പോലെ ഇരിക്കുന്ന നല്ല ഇലയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ ലെയർ വയ്ക്കുന്ന ഇല. ഈ ഇല വെച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കളർ മാറ്റാം. നമ്മൾ വെച്ച 4 ഷെയ്ഡും നല്ലപോലെ അറിയാൻ പറ്റും ഇങ്ങനെ വയ്ക്കുമ്പോൾ. അപ്പോൾ ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണോടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ, നമ്മൾ ഈ ചാനലിനകത്ത് ആർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, അതുപോലെ ഫുഡ് വീഡിയോ ചെയ്യുന്നുണ്ട്, ട്രാവലിങ്, അതുപോലെ പ്ലാൻസ്, എല്ലാം കൂടെ ചേർന്നൊരു ചാനലാണ് നിങ്ങൾക്കിത്. അപ്പോൾ ഈ ചാനലിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മളത് ഉൾക്കൊള്ളുന്നതായിരിക്കും. അതുകൊണ്ട് നല്ല നല്ല നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് തന്ന് സഹായിക്കണം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വാഴയിലയുടെ തണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് നമ്മുടെ പൂക്കളെടുത്തിട്ട് ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ അതുകൂടെ നോക്കാം. അപ്പോൾ നമ്മളിത് ആ പൂക്കളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറമാൻ നല്ല ഭംഗിയിലൊക്കെയാണ് ഷോട്ട് എടുക്കുന്നതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പെട്ടെന്നുള്ളൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള പരിപാടികളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബൊക്കെയാണ്. ഒരു ഫ്ലവർ വേസായിട്ട് ഉപയോഗിക്കാം, ഫംഗ്ഷനെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.